തമിഴ്നാട് സേലത്ത് സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. കൃഷ്ണപുരം സ്വദേശിയും വ്യവസായിയുമായ ശക്തിവേലാണ് അറസ്റ്റിലായത്. മർദ്ദനമേറ്റ പിതാവ് കൊഴുന്തവേൽ കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്തിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. സേലത്തെ പ്രമുഖ റൈസ് മില്ലുടമയായ കുഴന്തവേൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് മകൻ കുഴന്തവേലുമായി ഉണ്ടായിരുന്ന തർക്കമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 16-ന് കൃഷ്ണപുരത്തെ വീട്ടിൽ വെച്ച് കുഴന്തവേലിനെ മകൻ ശക്തിവേൽ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വീട്ടുവരാന്തയിൽ ഇരിക്കുകയായിരുന്ന കുഴന്തവേലിന്റെ മുഖത്ത് മകൻ തുടർച്ചയായി ഇടിക്കുന്നതാണ് ദൃശ്യങ്ങൾ. തൊഴിലാളികളും വീട്ടുകാരും തടയാൻ ശ്രമിച്ചിട്ടും ഇയാൾ മർദ്ദനം തുടരുകയായിരുന്നു. രക്തം വാർന്ന് അവശനായ കുഴന്തവേലിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൈകളത്തൂർ പോലീസ് കേസെടുത്തെങ്കിലും കുഴന്തവേൽ പരാതി നൽകാൻ തയ്യാറായില്ല. മകനുമായുള്ള സ്വത്ത് തർക്കം ഉടൻ പരിഹരിക്കുമെന്നും പോലീസിന് എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഫെബ്രുവരി 18-ന് വീട്ടിൽ തിരിച്ചെത്തിയ കുഴന്തവേലിനെ പിന്നീട് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി. മകന്റെ അതിക്രൂരമർദ്ദനത്തിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. കഴിഞ്ഞ 5 വർഷമായി കുഴന്തവേലിന്റെ റൈസ് മില്ലുകൾ നോക്കി നടത്തുന്നത് മകൻ ശക്തിവേലാണ്. ബിസിനസ്സിലുണ്ടായ കടങ്ങളുടെ പേരിലും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ശക്തിവേലിനെ കൈകളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ചെന്നൈ.